തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, വിദേശ രാജ്യത്തുള്ള ഒരു ദേവാലയത്തിൽ ഒരു വൈദികനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. പെട്ടെന്ന് ആ ദേവാലയവുമായി ഒരുപാട് അടുപ്പമുള്ള ഒരു യുവാവ് ഓടി വന്ന് അദ്ദേഹത്തോട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് അച്ഛൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. അദ്ദേഹം ആ യുവാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആരോ കൂട്ടിച്ചേർത്തു, നാട്ടിലേക്ക് പോവുക, എയർപോർട്ടിലേക്കുള്ള വഴിയിൽ അച്ഛനെ കണ്ട് പ്രാർത്ഥന ചോദിക്കാൻ വന്നതാണ്. ഒരുപാട് തിടുക്കത്തോടെ എയർപോർട്ടിലേക്ക് പോകുന്നൊരു മനുഷ്യനാണ്. പക്ഷേ ആ തിടുക്കത്തിനിടയിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു സ്പർശം അയാൾ മറന്നില്ല, അല്ലെങ്കിൽ അയാൾക്കത് ആവശ്യമായിരുന്നു. മറ്റൊരു രംഗം ഇതുപോലെ ഓർക്കുന്നുണ്ട്. വളരെ തിരക്ക് പിടിച്ച ജോലിയും മറ്റും ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളുമുള്ള ചില മനുഷ്യർ അവരുടെ ഇടയിൽ ബലിയർപ്പിക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഇറങ്ങി ഓടി കാറെടുത്ത് പോകുന്നൊരു സ്ത്രീയെ ശ്രദ്ധിച്ചു. അവർക്ക് വേണമെങ്കിൽ ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതിരിക്കാം, പക്ഷേ ആ കുർബാന നഷ്ടപ്പെടുത്താതിരിക്കാൻ തൻ്റെ സമയത്തെ എങ്ങനെയൊക്കെയോ ക്രമീകരിച്ചിട്ട് അവർ ആ ദിവ്യകാരുണ്യം സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ ഇത്തിരി നേരമൊക്കെ പ്രാർത്ഥിച്ച് വേഗം തിടുക്കത്തിൽ ഇറങ്ങിപ്പോവുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ മാതാവിനെക്കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്. മറിയം തിടുക്കത്തിൽ യൂദയായിലെ മലഞ്ചെരിവിലൂടെ യാത്രയായി എലിസബത്തിനെ തേടി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു തിടുക്കം ആധ്യാത്മിക കാര്യങ്ങൾക്ക്, ദൈവത്തെ അറിയാൻ, ദൈവത്തോടൊന്നാകാൻ കാണപ്പെടേണ്ടതല്ലേ? നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. നമ്മുടെ തിടുക്കം എവിടേക്കാണ്? പലപ്പോഴും ഇന്ന് തിടുക്കത്തിൽ പരക്കം പായുന്ന പലരും എത്തിച്ചേരുന്നത് ഒരിക്കലും സംതൃപ്തി തരാത്ത ഏതൊക്കെയോ ഇടങ്ങളിലാണ്. നമുക്കും മറിയത്തെപ്പോലെ ദൈവത്തെ തേടുന്ന ഒരു തിടുക്കമുള്ള ഹൃദയത്തിന് വേണ്ടി ആഗ്രഹിക്കാം. എവിടൊക്കെയോ മനുഷ്യർ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് മുട്ടുകുത്തുന്നുണ്ട്, ശിരസ് നമിക്കുന്നുണ്ട്. നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി തിടുക്കമുള്ളൊരു ഹൃദയം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി സർവശക്തൻ്റെ മുമ്പിൽ മുട്ടുകുത്താം. താങ്ക് യു.